കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ് കുമളി സ്വദേശിയായ ഒരു യുവാവ് ജീവനൊടുക്കിയ സംഭവം. താൻ 8 വർഷം വളർത്തിയ കുഞ്ഞിനെ നിയമം വഴി ഭാര്യ സ്വന്തമാക്കിയതാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. കുമളി സ്വദേശിയായ ബസ് കണ്ടക്ടർ രഞ്ജീഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. ഈ ചെറുപ്പക്കാരന്റെ മരണകാരണം തേടിപ്പോയ സുഹൃത്തുക്കൾക്ക് ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് തന്നെ വഴി തുറന്നിരിക്കുകയാണ്. താൻ 8 വർഷത്തോളം പൊന്നുപോലെ വളർത്തിയ മകനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ ഭാര്യ കോടതി ഉത്തരവിലൂടെ കൂട്ടിക്കൊണ്ടുപോയതിലെ മനോവിഷവുമാണ് ഈ കടുംകൈ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് രഞ്ജീഷിന്റെ ഭാര്യ ജോലി ആവശ്യത്തിനും പഠനാവശ്യങ്ങൾക്കുമായി ഗൾഫിലേക്ക് പോകുന്നത്. കുട്ടിക്ക് അന്ന് വളരെ ചെറിയ പ്രായമായിരുന്നു. എന്നാൽ ഗൾഫിലെത്തിയ ഭാര്യ അവിടെ വെച്ച് മറ്റൊരു ആളുമായി അടുപ്പത്തിലാവുകയും പിന്നീട് അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ഭാര്യ ഉപേക്ഷിച്ച് പോയപ്പോഴും കഴിഞ്ഞ 8 വർഷമായി മകനെ യാതൊരു കുറവും വരുത്താതെ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് വളർത്തിയത് രഞ്ജീഷായിരുന്നു. എന്നാൽ നാട്ടിലെത്തിയ ഭാര്യ അടുത്തിടെ കോടതിയെ സമീപിച്ച് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും കുട്ടിയെ രഞ്ജീഷിൽ നിന്നും അകറ്റുകയും ചെയ്തു. 8 വർഷം ഓമനിച്ച് വളർത്തിയ കുഞ്ഞിനെ നിയമത്തിന്റെ പിൻബലത്തിൽ തന്നിൽ നിന്നും അകറ്റിയത് അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതിന്റെ കടുത്ത മാനസിക ആഘാതത്തിലാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. 8 വർഷം ആ കുഞ്ഞിന്റെ അച്ഛനായി ജീവിച്ച അയാൾ ഒരു ദിവസം കൊണ്ട് ആരുമല്ലാതെ ആകുമ്പോൾ എന്താണ് ചെയ്യുക? ഒരു നിധി പോലെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകനെ കോടതി ഉത്തരവിനെ തുടർന്ന് വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അയാളുടെ രോഗം ശൂന്യമായി പോയി. കാരണം ആ കുഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. കോടതികൾ നടപ്പിലാക്കുന്നത് നിയമമാണ്. ഒരു കുട്ടിയെ വർഷങ്ങളോളം സ്നേഹത്തോടെ വളർത്തിയ അച്ഛന്റെ പങ്കിന് നിയമത്തിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നതാണ് സത്യം. എത്രയോ അച്ഛന്മാരാണ് സ്വന്തം കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം കോടതി കയറിയിറങ്ങുന്നത്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമായിരിക്കും ബാക്കിയാവുന്നത്. പല കേസുകളിലും തർക്കത്തിലും വഴക്കുകളിലും സാഹചര്യം വ്യത്യസ്തരമായിരിക്കും. പക്ഷേ അമ്മ എന്നതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് അച്ഛന്റെ സ്ഥാനം. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് പിരിയുന്ന കുടുംബങ്ങളിൽ കുട്ടികളുടെ അവകാശം നിർണ്ണയിക്കുമ്പോൾ കോടതികളും നിയമവും അമ്മമാരോട് മാത്രമാണ് പലപ്പോഴും അനുഭാവം കാണിക്കുന്നതെന്നും അച്ഛന്മാരുടെ മനോനില അവർ കാണാതെ പോകുന്നു എന്നുമുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. 10 മാസം ചുമന്ന അമ്മയ്ക്ക് മാത്രമല്ല കുട്ടിയെ ഇത്രയും കാലം ജീവനതുല്യം സംരക്ഷിച്ച അച്ഛനും തുല്യമായ അവകാശം ഉണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. രഞ്ജീഷിനെ പോലെ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് എന്തിനോ വേണ്ടി ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ചെറുപ്പക്കാരനുണ്ടായ ദുരന്തം ആ ഒരു കുടുംബത്തിന്റെ മാത്രം ദുഃഖമല്ല, നമ്മുടെ കുടുംബ നിയമ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത്. അമ്മമാരുടെ മാത്രമല്ല അച്ഛന്മാരുടെ വേദനകൾ കൂടി കേൾക്കാൻ കോടതികൾ തയ്യാറാകണമെന്നുള്ള അഭിപ്രായങ്ങളാണ് കൂടുതൽ പേരും രേഖപ്പെടുത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ ആരോപണങ്ങളിൽ ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. മരണത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്.